പെട്ടെന്നൊരു പിസ്സ കഴിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്ന അടിപൊളി പിസ്സ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഡോ ഒക്കെ വെച്ച് സമയമെടുത്ത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വെജിറ്റബിൾ ഓയിൽ ഇതിന് ഏറ്റവും നല്ലത്. ഇതിലോട്ടേക്ക് ഒരു സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഏത് കളറിലുള്ളതൊക്കെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഒരു ചെറിയ ക്യാപ്സിക്കം മതി, അല്ലെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്താലും മതി. തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയുടെയൊക്കെ ഒരു 1/4 ഭാഗമൊക്കെ മുറിച്ചെടുത്ത് ചേർക്കുക. എല്ലാം നല്ല ചെറിയ സൈസിലൊന്ന് മുറിച്ചെടുക്കുക. ആവശ്യാനുസരണമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര അളവിലാണോ ചേർക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മുഴുവനായിട്ട് വറ്റൽമുളക് ചതച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഒറിഗാനോ ഇതിനെപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മിക്സഡ് ഹെർബ്സ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇനി ഇത് കുക്ക് ചെയ്യുന്നത് ഒത്തിരി സമയം ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. കൂടി പോയാൽ ജസ്റ്റ് 1 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ, ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ സെക്കൻഡ് റെഡിയാക്കി എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതായത് ഈ ഒരു കണക്കിന് ഒരു 3 മുട്ട ധാരാളമാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ എല്ലാത്തിനകത്ത് ഉപ്പ് ചേർക്കുന്നതാണ്, കൂടുതൽ അളവിൽ ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടില്ല ഈ ഒരു പാകത്തിന്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. ഇനി പിസ്സ സോസ് കയ്യിലില്ല എന്നാണെങ്കിൽ, പിസ്സ സോസ് കയ്യിലുള്ളവർ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ കെച്ചപ്പിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് വറ്റൽമുളക് ചതച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ്, ഒന്നുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ, നല്ല സ്പൈസി ആയിട്ട് കിട്ടണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. അതുപോലെ ചില്ലി ഫ്ലേക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു അളവ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ. ഇനി അടുത്ത പരിപാടി നമ്മുടെ ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ പിസ്സ തയ്യാറാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം മുഴുവനായിട്ട് ഫില്ലാകുന്ന രീതിയിലുള്ള അത്രയും ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും, പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും വരുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സിനകത്തോട്ടേക്ക് ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലല്ലേ നമുക്ക് കിട്ടുന്നത്. ഇനി ജസ്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ മുറിച്ചെടുത്ത ബ്രെഡിൻ്റെ ബാക്കി വരുന്ന പീസസ് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്കൊരു ബ്രെഡാണ് നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കാരണം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നുകിൽ തവിയൊക്കെ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ടേക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള മുട്ട നമ്മൾ അടിച്ചു വെച്ചത് മിക്സ് ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് എല്ലാ സൈഡിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലും ഫില്ലാകുന്ന രീതിയിൽ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ മുട്ടയുടെ മിക്സ്. അപ്പോൾ മുഴുവൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിടുക, എന്നിട്ട് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലിടണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ എടുത്താൽ മതി. ജസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പാകമായി കിട്ടിയിട്ടുണ്ടാകും. ഈ പാത്രത്തിനകത്തൊക്കെ നമുക്കൊന്ന് തിരിച്ചിടാൻ കഴിയുന്ന ഒരു പാകത്തിനകത്തോട്ടേക്ക് ഇത് മാറിയിട്ടുണ്ടാകും. അപ്പോൾ തവി വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതായത് ബാക്കിയുള്ള മുട്ടയുടെ മിക്സിനകത്തോട്ടേക്ക് ഞാൻ പറഞ്ഞു 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ അതിൽ ഒരു സ്ലൈസ് ബ്രെഡ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് ആ ബാക്കിയുള്ള മുട്ട മിക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിനകത്ത് ഫില്ലാകുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് കറക്റ്റായിട്ടൊന്ന് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ആ ബാക്കിയുള്ള മുട്ടയുടെ ആ ഒരു മിക്സൊക്കെ ഞാൻ കണ്ടില്ലേ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത്
കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ 2 സൈഡും കുക്കാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സൈഡ് വെച്ച ആ ഒരു ഭാഗത്തിനകത്തോട്ടേക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തില്ല പിസ്സ സോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ പിസ്സ എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കല്ലാതെ മുതിർന്നവർക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കുറച്ചധികം നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. വേണമെങ്കിൽ പെപ്പർ പൗഡർ നിങ്ങൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് മൊസറല്ല ചീസോ, അപ്പോൾ മൊസറല്ല ചീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ചെദാർ ചീസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതാണ് ഉപയോഗിച്ചത്. പിസ്സയാകുമ്പോൾ മൊസറല്ല ചീസ് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് കയ്യിലുള്ളവർ അത് തന്നെ ഉപയോഗിക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കോ ഞാനിപ്പോൾ കുറച്ച് സവാള അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയാണ് സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു സൈഡിലോട്ടേക്ക് നമ്മളങ്ങ് ഫില്ലിങ്സ് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ആ ഒരു സൈഡ് ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തില്ലേ, ആ സൈഡിനകത്തോട്ട് വെച്ച് കൊടുക്കണ്ട. മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മുടെ വറ്റൽമുളക് ചതച്ചതും അതുപോലെ കുറച്ച് ഒറിഗാനോ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി തൂക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ചില്ലി സോസാണ് ടോപ്പിൽ വെച്ച് കൊടുക്കുന്നത്, ടൊമാറ്റോ സോസ് അല്ല. അപ്പോൾ ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം അല്ലേ. അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഈ ചീസ് മെൽറ്റ് ആകുന്ന സമയം. ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കാരണം ബാക്കിയൊക്കെ കുക്കായിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. മൈക്രോവേവ് ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ചീസ് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ശരിക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇപ്പോൾ പിസ്സ, ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ. പിസ്സ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് വേണമെന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. പിസ്സ സോസ് കൂടി വെച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അതായത് ഫ്ലേവർ ഒന്നുകൂടി നല്ലതാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും. എന്നാലും നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രെഡും മുട്ടയും കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു നല്ലൊരു പിസ്സ തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 2 പിസ്സ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോ ഒക്കെ വെച്ചിട്ടുള്ളത്, അത് കാണാൻ ഇഷ്ടമുള്ളവർ അത് കാണാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.